ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 15-ാമത് വാക്യം. എൻ്റെ സഹോദരന്മാർ ഒരു തോടുപോലെ എന്നെ ചതിച്ചു, വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ ഓർത്തെടുത്തു പറയുകയാണ്, സഹോദരന്മാരെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കൂടെയുണ്ടായിരുന്ന പലരും ആഴമായി എന്നെ ചതിച്ചു എന്ന് താൻ ഓർത്തെടുത്ത് പറയുകയാണ്. വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ച് ഓരോ ദിവസങ്ങളും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ജീവിച്ചു വരുന്ന യോസേപ്പിൻ്റെ ജീവിതത്തിൽ തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ നിലകളിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും യോസേപ്പ് കണ്ടതായ ഒരു സ്വപ്നം നിമിത്തം സഹോദരന്മാർ യോസേപ്പിനെ ഏത് നിലകളിലും ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ആ തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യതയുള്ള വസ്തുതയാണ്. സഹോദരന്മാരെ അല്പസമയങ്ങൾ കാണുവാൻ കഴിയാതിരുന്നപ്പോൾ അവർ സാധാരണയായി കടന്നു വരുന്ന സമയത്ത് അവർ എത്തിച്ചേരാതെ വന്നത് കണ്ടപ്പോൾ ആ സഹോദരന്മാരെ അന്വേഷിച്ചു പോകുവാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഓഹരിക്കാരനായി യോസേപ്പിനെ കാണുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അതുമെടുത്തുകൊണ്ട് ആ ആടുകളെ മേയിക്കുന്ന വനാന്തരത്തിലേക്ക് യോസേപ്പ് കടന്നു ചെല്ലുമ്പോൾ യോസേപ്പിനെ അവർ പിടിച്ച് അവൻ്റെ അങ്കി ഊരിയെടുത്ത ശേഷം അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്കിടുകയും അവിടെ നിന്ന് ഇശ്മായേലിയ കച്ചവടക്കാർക്ക് വില പേശി വിൽക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ യോസേപ്പ് കെഞ്ചി പറയുന്നത് പോലെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, എന്നെ വിറ്റ് കളയരുത്, എന്നോട് ഈ ചതി നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതായ ആഴമായ സന്ദേശങ്ങളുണ്ട്. പക്ഷേ യോസേപ്പിൻ്റെ കെഞ്ചി പറയുന്ന വാക്കുകളൊന്നും അവർക്ക് കൂടുതൽ അവരുടെ മനസ്സിനെ തട്ടിയിട്ടില്ല. ആ യോസേപ്പിനെ അവർ ഇശ്മായേലിയ കച്ചവടക്കാർക്ക് വിറ്റുകളയുകയാണ്. ഈ സഹോദരന്മാരുടെ ചതിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടും അവരെ ഓർക്കുകയും അവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു യോസേപ്പിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറിയ വർഷങ്ങൾക്ക് ശേഷം സഹോദരന്മാരെ കണ്ടപ്പോഴും തന്നെ ചതിച്ചവരെന്നോർത്ത് അകന്നു നിൽക്കുകയല്ല, സഹോദര്യ ബന്ധത്തിൻ്റെ തീവ്രമായ സ്നേഹം അവിടെ പ്രകടമാകുന്നതും നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. ഇയ്യോബും പറയുകയാണ്, എൻ്റെ സ്നേഹിതന്മാരായ എൻ്റെ സഹോദരന്മാരായ ആളുകൾ നീർത്തോടുപോലെ ഒരു തോട്ടിലെ വെള്ളം വറ്റിച്ചു കളയുന്നത് പോലെ എന്നെ ചതിച്ചവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴും അവരെ ആഴമായി സ്നേഹിപ്പാൻ മാത്രമേ ഇയ്യോബിന് കഴിഞ്ഞിരുന്നുള്ളൂ എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ ഒരുപക്ഷെ
പക്ഷെങ്കിൽ നമ്മെ ചതിച്ചെന്നു വരാം. പക്ഷേ നാം വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുക. നമ്മളെ ചതിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് നമ്മെ കരുതുന്ന, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് നമുക്ക് പോകാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. അനവധി ആളുകൾ ഞങ്ങളെ ചതിക്കുകയോ ചതിക്കപ്പെടുകയോ ചെയ്തു വന്നെന്ന് വരാം. എന്നാൽ അതിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ നിൽപ്പാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണമേ. തകർന്നു പോകാൻ, ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കല്ലേ. ദൈവത്തിൻ്റെ കരുണയും കരുതലും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.